അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന് ഈ നവംബറോട് കൂടി പ്രഖ്യാപിക്കണം എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ആരാണ് ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് കേരളത്തെ കുറിച്ച് പറയാനുള്ള സാഹചര്യം ഒരുക്കിയത്? നീതി ആയോഗാണ്. നീതി ആയോഗ് 2023 നടത്തിയ പഠനം എന്ത് പഠനമാണ്? നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അതായത് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് 2023 തയ്യാറാക്കി നീതി ആയോഗ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനമായിരുന്നു കേരളം. കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 0.71% അതിദരിദ്രർ ആയിരുന്നു ആ പഠനത്തിൽ. 0.71% അതിദരിദ്രർ ആയിരുന്നു ആ പഠനത്തിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു താഴെ കേരളത്തോട് ചേർന്ന് വന്നിരുന്ന ഗോവ 3.76%, സിക്കിം 3.82%, തമിഴ്നാട് 4.89%, പഞ്ചാബ് 5.59%. ഇങ്ങനെ ആയിരുന്നു ആ കൂടി വന്നത്. അതായത് അതിദരിദ്രരുടെ എണ്ണം താഴെ നിന്ന് കൂടി വരുന്ന ആ ഒരു സ്ഥിതി വിവരമാണ് ഞാനിപ്പോ വായിച്ചത്. ഓക്കെ, അപ്പൊ ആ 0.71% മാത്രം അതിദരിദ്രർ ഉണ്ടായിരുന്ന കേരളം ഇപ്പൊ ഇതാ 2025 വീണ്ടും ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നീതി ആയോഗ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഈ കണക്ക് 0.55% ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. 0.71 ആയിരുന്നു 2023. അത് കുറച്ചുകൂടി കുറഞ്ഞ് 0.55% ആയിട്ട്, അതായത് 1% താഴെ ആയിട്ട് വീണ്ടും കുറഞ്ഞ് വന്നിരിക്കുന്നു. അപ്പൊ അതിനെ ഈ 0.55നെ ഇനി വരുന്ന നാളുകൾ കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ 1-2 മാസം കൊണ്ട്, ഇപ്പോഴാണല്ലോ ഈ കണക്ക് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ നവംബർ എന്ന് പറയുന്ന അടുത്ത മാസം, നവംബറൊക്കെ ആവുമ്പോഴേക്കും എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പേരെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക്, അതായത് അതിദരിദ്ര അല്ലാത്ത ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏതായാലും പിണറായി വിജയൻ മാജിക്കിൽ തന്നെയാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതല്ലാതെ വേറൊരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് നീതി ആയോഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് എന്ന്. അതെന്തൊക്കെ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം ഒന്ന് നോക്കാം. അതായത് ഇപ്പൊ ഈ LDF ഭരിക്കുന്നു എന്നതുകൊണ്ടല്ലല്ലോ ഈ നേട്ടമുണ്ടായത്. 56-ൽ ഫോം ചെയ്യപ്പെട്ട ഗവൺമെന്റ്, അതിനുശേഷം ഭരിച്ച എല്ലാ ഗവൺമെന്റുകളുടെയും നേട്ടമാണ് ഇങ്ങനെ അതിദരിദ്രരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു എന്നുള്ളത്. അപ്പം നമുക്ക് അഭിമാനപൂർവ്വം, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവർക്കാണെങ്കിലും അഭിമാനപൂർവ്വം ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു നേട്ടം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങളാണ് നീതി ആയോഗ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ അതിദരിദ്രരുടെ എണ്ണം കുറയാനുണ്ടായ കാരണങ്ങൾ. ഭൂപരിഷ്കരണം അതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. കാരണം ഭൂപരിഷ്കരണം വഴിയായിട്ട് 5 സെന്റോ 3 സെന്റോ ഒക്കെ ഭൂമി കിട്ടിയവർ പോലും, പിന്നെ പിൽക്കാലത്ത് നടത്തിയ പഠനങ്ങൾ ഭൂപരിഷ്കരണത്തിന്റെ പേരിൽ ഭൂമി കിട്ടിയവരൊക്കെ ആ ഭൂമി പിന്നെ വിറ്റൊഴിഞ്ഞു എന്നാണ്. കാരണം അവർ വീണ്ടും പട്ടിണിയിലേക്കും ഒക്കെ പോയപ്പോഴേക്കും ആ ഭൂമി ഓരോരോ കാരണങ്ങൾ കൊണ്ട് വിറ്റൊഴിയേണ്ടി വന്നു എന്നാണ് പിൽക്കാലത്ത് നടന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പക്ഷെ എങ്കിലും നമുക്ക് ആ ഭൂപരിഷ്കരണം ഒരു കാരണമായിട്ട് എടുക്കാം. കാരണം സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഒരു ജീവിത അഭിലാഷം തന്നെയായിരിക്കും. അവിടെ ഒരു കൊച്ചു കൂരയും, അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നാരായണി കിളി കൂടുപോലുള്ളൊരു നാലുകാല ഓലപ്പുരയുണ്ട് എന്ന് പറഞ്ഞൊരു ഫിലിം സോങ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു ഫിലിം സോങ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഒരു നാരായണി കിളി കൂട് ആയിട്ട്, അതായത് ഒരു വീട്, പേരിനൊരു വീടെങ്കിലും ഉള്ളതാണ് ഓരോരുത്തരുടെയും അഭിമാനം. അങ്ങനെ ആകുമ്പോൾ ഒരു തുണ്ട് ഭൂമി, അപ്പൊ ഭൂപരിഷ്കരണം തീർച്ചയായിട്ടും അതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം, അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നാം ഒന്നാമതായിരിക്കുന്നത് അതുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയുർദൈർഘ്യം വർദ്ധിച്ചു, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്
മനുഷ്യ വികസന സൂചിക. അതിനകത്ത് നമ്മൾ ഒന്നാം സ്ഥാനം, ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ആ കണക്കുകൂട്ടൽ തുടങ്ങിയ കാലം മുതൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം, ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഇവിടുത്തെ ഗവൺമെന്റുകളാണോ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കിയത്? അങ്ങനെ ഗവൺമെന്റുകൾ ക്ലെയിം ചെയ്യാറുണ്ടെങ്കിലും ഒരിക്കലും അത് ശരിയല്ല. ഇവിടുത്തെ സ്വകാര്യ മേഖല ഓരോ കമ്മ്യൂണിറ്റിയും അവരുടെയും ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ഏത് കമ്മ്യൂണിറ്റിയുടെ, ഏറ്റവും കുറവ് ഏത് കമ്മ്യൂണിറ്റിയുടെ എന്നുള്ള കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോകേണ്ട. പക്ഷെ എല്ലാ കമ്മ്യൂണിറ്റീസും വിദ്യാഭ്യാസ മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. പക്ഷെ ഇപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റി ഒക്കെ താഴോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പ്രീ ഡിഗ്രി ആകുമ്പോഴേ വിദ്യാർത്ഥികളൊക്കെ, നമ്മുടെ കുട്ടികളെല്ലാം ഇന്ത്യ വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ കേരളം വിട്ടെങ്കിലും പോകുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ വരണം എന്നുള്ളത് നമ്മുടെ ഒരു ഉഗ്ര ശപഥമായി മാറേണ്ടിയിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം പറയുന്നത് എല്ലാവർക്കും ആരോഗ്യം. അതും ഗവൺമെന്റിന്റെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുണ്ടായതല്ല. ഓക്കെ, രാജഭരണ കാലം മുതലേ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും രാജാവ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നാടായിരുന്നു കേരളം. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നെങ്കിൽ പോലും ഇവിടുത്തെ ആരോഗ്യ മേഖലയിലും സ്വകാര്യ മേഖലയുടെ സംഭാവന വിശിഷ്ടമാണ്. അതായത് ഇപ്പോഴും നമുക്കറിയാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നല്ല ചികിത്സ. എന്നിട്ട് പോലും നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൊക്കെ ഇന്ത്യ വിട്ട് അമേരിക്കയിലൊക്കെയാണ് ചികിത്സിക്കാൻ പോകുന്നതെന്ന കാര്യവും നമ്മൾ മറക്കണ്ട. കാരണം അവർക്ക് നികുതി പണം എടുത്ത് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണേ. അല്ലായിരുന്നെങ്കിൽ അവരും ഇന്ത്യയിൽ തന്നെ ചികിത്സയൊക്കെ നടത്തിയേനെ. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടുന്നതിനും ബുദ്ധിമുട്ടില്ല എന്നാണ് മറ്റുള്ളവരുടെ അനുഭവം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടം കേരളത്തിന്റെ ഈ അതിദരിദ്രരുടെ എണ്ണം കുറയാൻ കാരണമായിരിക്കുന്നു. ഇനി അധികാര വികേന്ദ്രീകരണം, അതായത് ഇന്ത്യയിൽ മുഴുവനും ഉണ്ടായതാണ് അധികാര വികേന്ദ്രീകരണം. പക്ഷെ അത് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പോലെ നല്ലവണ്ണം നടക്കുന്നില്ല. ആ അധികാര വികേന്ദ്രീകരണം ഒരു വലിയ പരിധി വരെയെങ്കിലും നന്നായി നടക്കുന്നത് ഈ സംസ്ഥാനത്താണ്. അത് വനിതാ ശാക്തീകരണത്തിന് സഹായമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലെയും മറ്റുമുള്ള അതിദരിദ്രരെ തിരിച്ചറിയാനും അവരുടെ സഹായത്തിന് വേണ്ടി, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാനും തീർച്ചയായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ, അതായത് ഭരണ വികേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. പിന്നെ സാമൂഹ്യ സുരക്ഷ, അതായത് കേരളത്തിന്റെ ഒരു വലിയ പ്രയോറിറ്റി, ഏത് ഗവൺമെന്റ് വന്നാലും ഒരു വലിയ പ്രയോറിറ്റിയാണ് സാമൂഹ്യ സുരക്ഷ എന്നുള്ളത്. പിന്നെ പൊതുവിതരണ സമ്പ്രദായം 1966 മുതൽ വളരെ ശക്തമായ രീതിയിൽ പൊതുവിതരണ സമ്പ്രദായം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം മാത്രമല്ല, കേരളത്തിന് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. അപ്പൊ അതങ്ങനെ ഒരു ധാരണ 1957 അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാലം മുതൽ കേരളത്തിന് ആവശ്യമായ അരിയും ധാന്യങ്ങളും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള സൗകര്യം ഒരുക്കി തരുമെന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം 1966 PDS നിയമം വരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി 1999 ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്നു. പിന്നെ 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നു. പിന്നെ അതുപോലെ പൊതുവിതരണ സമ്പ്രദായം, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS. അത് കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ലെസൺസ് ഇന്ത്യ ആകെ കൈക്കൊള്ളുന്നത് കേരളത്തിൽ നിന്നാണ്. ഉദാഹരണത്തിന് BJP ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് മാതൃക അത് ഇന്ത്യയിൽ എല്ലായിടത്തും കൊണ്ടുവരണമെന്ന്. തീർച്ചയായിട്ടും അത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും നല്ല ഒരു അഭിലാഷമായിരുന്നു. അത് ആ ലക്ഷ്യബോധം നേടിയെടുക്കുന്നതിന് വേണ്ടി UP മുതൽ ഗുജറാത്ത് മുതൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളും അവരുടെ കൂട്ടായ്മയിലുള്ള സംരംഭങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ കേരളത്തിന് ഒരു കൈത്തിരി ഇന്ത്യക്ക് വേണ്ടി കൊളുത്താൻ കഴിഞ്ഞു. സ്ത്രീ സംരംഭകരുടെ വിജയത്തിന്റെ ഒരു കൈത്തിരി തെളിയിക്കാൻ പറ്റി. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ ശക്തിപ്പെടുത്തും വരും കാലങ്ങളിൽ. അതുപോലെ തന്നെ കേരളത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തും. അതുപോലെ ഒരു തിരി വേണമെങ്കിൽ പുരുഷന്മാർക്കും ആകാവുന്നതേ ഉള്ളൂ. കുടുംബശ്രീ പോലെ കൂട്ടായ്മകളും അവരുടെ പകലുള്ള സംരംഭങ്ങളും
അങ്ങനെ എന്തുമാത്രം തൊഴിൽ സാധ്യതകൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ അതിലേക്ക് ഗവൺമെന്റ് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എങ്കിൽ പോലും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ അതിദരിദ്രരുടെ എണ്ണം കുറഞ്ഞത് എന്ന കണ്ടെത്തൽ സ്വാഗതാർഹമാണ്, അത് സത്യവുമാണ്. അപ്പൊ അതിദരിദ്രരുടെ എണ്ണം ജില്ല തിരിച്ച് നമുക്കൊന്ന് നോക്കാം എത്രയൊക്കെ ഉണ്ടെന്ന്. മലപ്പുറം 8553, തിരുവനന്തപുരം 7278, പാലക്കാട് 6443, കോഴിക്കോട് 6773, എറണാകുളം 56, തൃശൂർ 5013, കൊല്ലം 4461, കണ്ണൂർ 4208, ആലപ്പുഴ 3613, കാസർഗോഡ് 2768, ഇടുക്കി 2665, പത്തനംതിട്ട 2579, കോട്ടയം 1071, വയനാട് 2931. ഇപ്പൊ ഈ വയനാടിന്റെ കണക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈ കണക്കില് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഈ അതിദരിദ്രരുടെ കണക്കില് വയനാടിന്റെ കാര്യം മാത്രമല്ല, പാലക്കാടിന്റെ കാര്യത്തിൽ 6441 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ വിശ്വസിക്കാം. എന്തുകൊണ്ടാണ് എനിക്ക് വയനാടിന്റെ കാര്യത്തിലും പാലക്കാടിന്റെ കാര്യത്തിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞ്, കേരളത്തിലെ ട്രൈബൽസ്, അതായത് പട്ടിക വർഗം 41-42% ഉള്ളത് വയനാട് ജില്ലയിലാണ്. ആ വയനാട് ജില്ലയില് വീടില്ലാത്തവരായിട്ട് പട്ടിണിയിലുള്ളവരായിട്ട് 2931 പേരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു വയനാട് ജില്ലക്കാരിയാണ്. ഞാൻ കുടുംബശ്രീയുടെ ഒരു പ്രോജക്റ്റ് വർക്ക്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ വയനാട് മുഴുവനും ചുറ്റി കറങ്ങിയതാണ്. അവിടുത്തെ ട്രൈബൽസിന്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നേരിൽ കണ്ടതാണ്. അതുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാൻ ഒട്ടും പറ്റത്തില്ല. കാരണം ഇതൊക്കെ പുരപ്പുറത്തിരുന്ന് സർവേ നടത്തിയാണ് ഈ കണക്കുകളൊക്കെ കണ്ടെത്തുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഊർജ്ജസ്വലമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ കണക്ക് കണ്ടെത്താൻ പറ്റും, എണ്ണം എത്ര പേരുണ്ടെന്ന്. പക്ഷെ അതിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ 2931 പേരെ, അതായത് വീടില്ലെങ്കിൽ തന്നെ അതിദരിദ്രരുടെ ഗണത്തിലേക്ക് പോകും. സ്വന്തമായിട്ട് വീട്, ഒരു തുണ്ട് ഭൂമി ഒന്നും ഇല്ലെങ്കിൽ തന്നെ. പക്ഷെ അതൊന്നുമില്ലാത്ത ഈ 2931 പേരെ വയനാട്ടിലുള്ളൂ, ആദിവാസികളുടെ ഇടയിൽ പോലും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ പിന്നെ ആദിവാസികളെ പോലെ തന്നെയാണ് SC ഷെഡ്യൂൾ കാസ്റ്റും ധാരാളം ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ആയതുകൊണ്ട് തന്നെ ഈ കണക്ക് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഞാൻ പാലക്കാടിനെ പറ്റി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ദളിതരുള്ള ജില്ലയാണ് പാലക്കാട്. അപ്പൊ ആ ദളിതരുള്ള ജില്ലയില്, അതായത് SC പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല. അങ്ങനെയുള്ള ഒരു ജില്ലയില് പക്ഷെ അവിടെ 6443 പേര് അതിദരിദ്രരായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ വിശ്വസിക്കാം, എങ്കിലും എനിക്ക് അത്ര പൂർണ്ണ വിശ്വാസം വരുന്നില്ല. അവിടെയും ഞാൻ കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ സർവേക്ക് വേണ്ടി നേരിട്ട് പോയി പല പഞ്ചായത്തുകളിലും സർവേ നടത്തിയതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ എന്താ പറയുക, ഷെഡ്യൂൾ കാസ്റ്റിന്റെ സങ്കടകരമായ അവസ്ഥ ഞാൻ നന്നായി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ കാർഷിക ജില്ലയായത് കാരണം കൊണ്ട് കൃഷിയും ഒക്കെ ഉണ്ട്, അത് കൃഷിയിലൊക്കെ ജോലി കിട്ടും എന്നുള്ളതൊക്കെ കൊണ്ട് ഒരു പക്ഷേ ഈ 6441 ഒരു പരിധി വരെ ശരിയായിരിക്കാം. ഏതായാലും ഈ ഇതുപോലെയുള്ള കണക്കുകളായിരിക്കാം. അതുപോലെ എറണാകുളം ജില്ലയിൽ 56 പേര്, അതും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എറണാകുളത്തും ഈ പറയപ്പോലെ SC ST ഒക്കെ അതിന്റെ മലയോരങ്ങളിലും ഒക്കെ ധാരാളം ഉള്ളതാണ്. എന്തായാലും ഈ കണക്ക് അത്ര വിശ്വസനീയമല്ല. ഇതുപോലെ ഉള്ള കണക്കുകളായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ കണക്കെടുക്കാനായിട്ട് വീടാന്തരം കയറി ഇറങ്ങി നടന്നു വേണം കണക്കെടുക്കാൻ. അതിന് പകരം എവിടെയെങ്കിലും ഒരു കൊട്ടാരക്കെട്ടിൽ ഇരുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം കണക്കുകൾ ഉണ്ടാക്കിയാൽ ഇതുപോലുള്ള കണക്കുകളായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയല്ല സത്യസന്ധമായിട്ട് കണക്കുകൾ എടുക്കേണ്ടത് എന്തായാലും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തില് ഈ അതിദരിദ്ര കുടുംബങ്ങൾ, ഇനിയുള്ള അതിദരിദ്ര കുടുംബങ്ങളെ എങ്ങനെയാണ് ഒട്ടും താമസം വിന അതിദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നത്, അതാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ഗവൺമെന്റിന്റെ ആണ്, എന്റെ അല്ല.
അപ്പൊ അതിനുവേണ്ടി 4687 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ച വീട് എന്ന് പൂർത്തിയാകും നമുക്ക് പറയാനൊക്കില്ല കേട്ടോ. 4675 കുടുംബങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി വീടിനുള്ള കരാർ ഒപ്പിട്ടു. 3913 വീടുകൾ പൂർത്തിയായി. അപ്പൊ ഈ പറയപ്പെട്ടതിൽ നിന്ന് 3913 വീടുകൾ പൂർത്തിയായി. ഇനിയുള്ളതൊക്കെ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. 5660 വീടുകളിൽ 5651 എണ്ണത്തിന് കരാറായി. 5354 എണ്ണം പൂർത്തിയായി. വീടും സ്ഥലവും ഇല്ലാത്ത 743 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റി. പിന്നെ ഭക്ഷണമില്ലാത്തവര് 20,648 കുടുംബങ്ങൾക്കാണ് ഭക്ഷണം വേണ്ടത്. ഇതിൽ 2210 കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണവും 18,438 കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുമാണ് ആവശ്യം. 29,427 കുടുംബങ്ങൾക്ക് മരുന്നുകളും 4,829 ആളുകൾക്ക് പാലിയേറ്റീവ് പരിചരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോ വീടും സ്ഥലവും ഇല്ലാത്തവർക്കായി വീട് പണിയാൻ സർക്കാർ ആരംഭിച്ച മനസ്സോടിത്തിരി സ്നേഹം എന്ന ഒരു പദ്ധതി, ആ പദ്ധതി ക്യാമ്പയിനിൽ 2.3 ഏക്കർ ഭൂമി ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. ആ ഭൂമി 25 കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് പതിച്ചു കൊടുക്കുമെന്നും പറയുന്നു. എങ്കിലും ഇനിയും വീടില്ലാത്ത ഏതാനും കുടുംബങ്ങൾ കാണും. അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് ഗവൺമെന്റ് ഇനി തീരുമാനിക്കേണ്ടിയിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഈ നവംബറോടെ അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു അങ്കലാപ്പ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വായിച്ച ഒരു കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ. വീട് ഭാഗികമായിട്ട് ശരിയായത്, വീടിന് അനുവാദം കിട്ടിയത്, ഭക്ഷണം കിറ്റായിട്ട് കൊടുക്കാമെന്നും ഇതൊക്കെ എത്ര ദിവസം നടക്കും? ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നു എന്നിരുന്നുണ്ട്. ഇനി ഇലക്ഷൻ വരികയാണല്ലോ. അപ്പൊ ഇലക്ഷൻ വരുന്നതിന് മുൻപ് ഇതൊക്കെ നടത്തി കിട്ടിയില്ലെങ്കിൽ അവരുടെ ഒന്നും വോട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും നടത്തി കിട്ടി കുടുംബശ്രീക്കാരെയൊക്കെ ഇതാക്കി പിന്നെ സഖാക്കളെ വീടാന്തരം വിട്ട് ഒക്കെ ഇതങ്ങ് നടത്താം. പക്ഷെ അടുത്ത ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ പിന്നെ ഒരു തുടർച്ച അല്ലെങ്കിലോ എന്ത് സംഭവിക്കും? തുടർച്ചയല്ല, ആ ഗവൺമെന്റ് പോളിസീസ് ഈ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതല്ല, ഇതിനേക്കാൾ വ്യത്യസ്തമായ ഒരു പോളിസിയുമായിട്ട് ഈ അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ ആ ഗവൺമെന്റ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു താളപ്പിഴവ് ഉണ്ടായിക്കൂടെ? അപ്പം എന്തായാലും ഈ അതിദരിദ്രർ ഇല്ലാത്ത കേരളമായിട്ട് കേരളം മാറുന്നു എന്നറിയുന്നത് സന്തോഷമാണ്. പക്ഷേ ഈ സാഹചര്യം, അതായത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ആ സാഹചര്യം അതിദരിദ്രർ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം അല്ല എന്ന് തന്നെ വേണം. ഓരോ വീട്ടിലും ഭക്ഷണവും മറ്റും ഉറപ്പാകുന്ന തരത്തില് കിറ്റ് കൊണ്ടുവന്ന് തരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ധാരാളം കടമ്പകളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ ഈ കടമ്പകളൊക്കെ ഓവർകം ചെയ്ത് അതിദരിദ്രരില്ലാതെ എല്ലാവരും ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെയായി കഴിയുന്ന ഒരു കേരളമാണ് കേരളം എന്ന് നമുക്ക് പറയാൻ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ചങ്കുറപ്പുള്ള ഗവൺമെന്റ് ഇനിയും വരണം. അല്ലെങ്കിൽ ചിറ്റിലപ്പള്ളിയെ പോലെ ഒക്കെ നല്ല മനസ്സുള്ളവർ വീണ്ടും വരണം. ചിറ്റിലപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ബിൽഗേറ്റ്സിനെ പറ്റിയാണ്. ബിൽഗേറ്റ്സിന്റെ അതിസമ്പന്നത, അദ്ദേഹമായിരുന്നു ഇപ്പോ എലൺ മസ്ക് ലോകത്തിലെ ഒന്നാമത്തെ സമ്പന്നനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതിനൊക്കെ മുമ്പ് ബിൽഗേറ്റ്സ് ആയിരുന്നു ഒരുപാട് വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നു, അങ്ങയുടെ സമ്പത്തുകളെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അത്യാവശ്യത്തിന് ഉള്ള കാര്യം മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവൻ ഞാൻ ബിൽഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴി ലോകത്തെ നിർധനർക്കും രോഗികൾക്കും HIV-കാർക്കുമായിട്ട് ചെലവഴിക്കും. അങ്ങനെയുള്ള മനസ്സ് എല്ലാ ധനികരുടെയും മനസ്സിൽ ഉണ്ടാകട്ടെ. കാരണം ഞാൻ അപ്പോഴും ഒരു കഥ ഓർക്കുകയാണ്. അമർത്യ സെൻ അദ്ദേഹത്തിന്റെ ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിന് ഇത്തിരി ഒരു ബൈബിൾ ടച്ചും ഉണ്ട്. അതായത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഒരു ചക്രവർത്തി, ബൈബിളിലൊക്കെ പരാമർശമുള്ള ചക്രവർത്തിയാണ്. അദ്ദേഹം യുദ്ധം ചെയ്ത് മെസപ്പൊട്ടേമിയയിൽ നിന്ന്
യുദ്ധം ചെയ്ത് രാഷ്ട്രങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ സമ്പത്തെല്ലാം ലൂട്ട് ചെയ്ത് കൊലപാതകങ്ങളും ഒക്കെ നടത്തി മുന്നേറുന്നു. അങ്ങനെ മുന്നേറി മുന്നേറി അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോൾ ജൈൻ സന്യാസിമാരുടെ ഒരു സന്യാസ ആശ്രമത്തിൽ എത്തുമ്പോൾ ഈ സന്യാസിമാരൊന്നും യാതൊരു ഭാവപകർച്ചയും ഇല്ലാതെ നിൽക്കുന്നത് കണ്ട് അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകി മുന്നോട്ട് പോകുന്നത് കണ്ട് അദ്ദേഹം സ്തബ്ധനാകുന്നു. ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ കൊട്ടാരം ഇളക്കിക്കൊണ്ട്, അതായത് പേടിച്ച് ഭയന്ന് യുദ്ധസന്നാഹങ്ങളും ഒക്കെയായി എങ്ങനെയാണ് ഇദ്ദേഹത്തെ നേരിടുക എന്ന പരിഭ്രാന്തിയിൽ വട്ടം കറങ്ങുന്ന ഒരവസ്ഥ. ഇവിടെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ സന്യാസിമാര് അവരുടെ പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാത്തത്, ഒരു പരിഭ്രമവും ഇല്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ മുൻപിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. അപ്പോ ഈ സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് BC 320 കാലഘട്ടത്തിൽ നടന്നതാണ് ഈ കഥ. അപ്പോൾ അദ്ദേഹത്തോട് സന്യാസി പറയുന്നു, താങ്കൾ പുറപ്പെട്ടിടത്ത് നിന്ന് മുതൽ രക്തം ചിന്തി ലൂട്ടിംഗ് നടത്തി സർവ ജീവജാലങ്ങൾക്കും ക്ഷതം വരുത്തി ഉപദ്രവകാരിയായി മുന്നേറുന്നു. ഞങ്ങളോ സർവ ജീവജാലങ്ങളുടെയും സുഖത്തിനും സന്തോഷത്തിനുമായി ഈശ്വര ധ്യാനം ചെയ്ത് ഇവിടെ കഴിയുന്നു. ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും, 6 അടി മണ്ണ്. അതുപോലെ ഞങ്ങളും മരിക്കും, 6 അടി മണ്ണ്. ഈ നേടിയതൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം തിരിച്ച് യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് സ്വന്തം രാജ്യത്തെത്തിയിട്ട് ഒരു വിൽപത്രം തയ്യാറാക്കി. ആ വിൽപത്രത്തിൽ അദ്ദേഹം എഴുതി, എന്താണ് എഴുതിയത്? എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ കരങ്ങൾ രണ്ടും ശവമഞ്ചത്തിന്റെ വെളിയിലേക്ക് ഇട്ടിരിക്കണം. ഞാൻ യുദ്ധം ചെയ്ത് നേടിയെടുത്തതൊന്നും കൊണ്ടുപോകുന്നില്ല, ഒറ്റയ്ക്ക് പോകുന്നു എന്ന് ലോകം അറിയട്ടെ. അത് പിന്നെ വേറൊരു ഗ്രന്ഥകാരന്റെ കയ്യിൽ നിന്ന് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥയെടുത്ത് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യനിൽ അമർത്യാസൻ ചേർത്തിരിക്കുന്നതാണ്. ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എഴുതിയത് 2017 പബ്ലിഷ് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കും അത് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിക്കാം, അതും അല്ലെങ്കിൽ ഒരു കോപ്പി വായിക്കാം. അതൊക്കെ വാങ്ങിച്ച് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യ വിവാദ പ്രിയനായ ഇന്ത്യക്കാരൻ, അതാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് തന്നെ കേട്ടിട്ട് വായിക്കാൻ തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അത് കേട്ടിട്ട് വായിക്കാൻ തോന്നണം. അതുപോലെ തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റിനോട് ആ ജൈൻ സന്യാസിമാർ പറഞ്ഞത് ഓർമ്മയിൽ വേണം. നാം വെട്ടിപ്പിടിച്ച് എത്ര സമ്പാദിച്ചു വെച്ചാലും അതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, ഇതൊക്കെ കൊടുക്കുക. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കരുതി വെക്കേണ്ട കാര്യമില്ല. വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ കരുണയോടുകൂടി പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ ലോകത്തെ ധനികരെല്ലാം പാവപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിദരിദ്രർ ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. അതിദരിദ്രരില്ലാത്ത എത്രയോ സന്തോഷകരമായ ഒരു ലോകം നമുക്ക് കാണാനൊക്കും. ദരിദ്രരില്ലാത്ത ലോകം പോലെ തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് എല്ലാത്തരം ആക്ടിവിസവും ഡെവലപ്പ് ചെയ്യുന്നത്? ഒക്കെ പാവപ്പെട്ട, അതായത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത യുവാക്കളെ വിളിച്ച് നിങ്ങൾ അത് ചെയ്താൽ ഇത്ര തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, അതായത് ദുഷ്ടശക്തികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത്തരം ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടത് സമ്പത്തുള്ളവർ അതിൻ്റെ ഒരു ഭാഗം ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുക. അത് തന്നെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്, അത് തന്നെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ഉപനിഷത്തുക്കളും നമ്മുടെ ഭഗവത്ഗീതയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മതവും മറിച്ച് പഠിപ്പിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് നൊമ്പരം തട്ടാത്ത രീതിയിലെടുത്ത് നിർധനർക്ക് കൊടുത്തുകൂടാ? അപ്പോൾ അതിദരിദ്രർ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകും.